തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം സജീവമാക്കി ഇടത് വലത് മുന്നണികൾ. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കി. മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കുടുംബയോഗങ്ങളുമായി BJPയും സജീവമാണ്. ഒല്ലൂർ വെട്ടുകാട് പള്ളിയിലെ ഊട്ടുതിരുനാളിൽ പങ്കെടുത്തുകൊണ്ടാണ് TN പ്രതാപൻ പ്രചാരണം ആരംഭിച്ചത്. ക്രൈസ്തവ സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലുണ്ടായ കാലതാമസം പ്രചാരണത്തെ ബാധിച്ചിട്ടില്ലെന്നും പോസ്റ്റർ പ്രചരണമാണ് ഇടതുമുന്നണി ആരംഭിച്ചിരിക്കുന്നതെന്നും TN പ്രതാപൻ പറഞ്ഞു. പോസ്റ്റർ ഒട്ടിക്കുന്നതാണോ പ്രചരണം? ചുമരി കുറച്ച് അക്ഷരം എഴുതുന്നതാണോ പ്രചരണം? ജനങ്ങൾ ഹൃദയത്തിൽ എത്തുന്നതാണ് പ്രചരണം. മണ്ഡല കൺവെൻഷന് മുമ്പേ പ്രചാരണം ആരംഭിച്ച രാജാജി മാത്യു തോമസ് രണ്ടാംവട്ട പര്യടനവും പൂർത്തിയാക്കി. മണ്ഡലത്തിലെ പ്രധാന വ്യക്തിത്വങ്ങൾ, കവലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. പോസ്റ്റർ പ്രചാരണമാണ് ഇടതുമുന്നണി നടത്തുന്നതെന്ന TN പ്രതാപന്റെ പരിഹാസത്തിന് രാജാജി മാത്യുവിന്റെ മറുപടി ഇങ്ങനെ: ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവർക്കത് കഴിഞ്ഞിട്ടില്ല. അതിന്റെ മോഹഭംഗമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നത്. സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായില്ലെങ്കിലും കുടുംബയോഗങ്ങളുമായി BJP രംഗത്തുണ്ട്. ഈ തവണ ഭാരതീയ ജനതാ പാർട്ടി ജനസമ്മതിയുള്ള സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി ഈ മണ്ഡലം പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രചാരണങ്ങളിൽ രണ്ടാംഘട്ട പര്യടനവും പൂർത്തിയാക്കി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF ക്യാമ്പും ഉണർന്നതോടെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. ക്യാമറാമാൻ നിതിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, News 18.